വെച്ചാൽ ഇപ്പം നമ്മളങ്ങനെ ഉരുളൊട്ടിയ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. നമ്മളിപ്പോൾ സ്കൂൾ റോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫുള്ള് മരങ്ങളൊക്കെ വീണെടുക്കുകയാണ്. സ്കൂളാണ്, ഇതൊക്കെ സ്കൂളിൻ്റെ ഉള്ളിൽ കാണിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ചളി നിറഞ്ഞെടുക്കണുണ്ടോ? ഇതൊക്കെ ഫുള്ള് മരങ്ങളാണ്. അതൊക്കെ മരത്തിൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കാം. ഇതിൻ്റെ ഈ ഉൾഭാഗമൊക്കെ ഫുള്ളും പോയിട്ടുണ്ട്. ഉണ്ടോ ഇല്ല പാറയൊക്കെ വന്നെടുക്കണമൊക്കെ. അവിടെയാണ് റാട്ടപ്പാടി ഗ്രൗണ്ടില്ലേ, അവിടെ തന്നെ ഇല്ല പാറകളൊക്കെ. കാറൊക്കെ നോക്കാം, കാറൊക്കെ ഒരുമാതിരി ഫുള്ളും പോയിട്ടുണ്ട്. എന്തൊക്കെ വീടൊക്കെ നോക്കാം. അവിടേക്ക് എപ്പോഴും ഇട്ടാച്ചൊക്കെ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ വീട്ടിക്കൊന്ന് പോയി നോക്കാം. കണ്ട് എവിടെയും ബൈക്കൊക്കെ വീണെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ജീപ്പുണ്ട്. ഒക്കെ ബൈക്കിൻ്റെ ഒക്കെ ഒരവസ്ഥ ഒക്കെ. വീടൊക്കെ ഫുള്ളും പോയി. കണ്ടോ ജീപ്പൊക്കെ. ഉള്ളിക്കോ അവിടെ ഒരു വീടുണ്ടായിക്കണം. ആ വീടിൻ്റെ തറ മാത്രമേ ഉള്ളൂ. കണ്ടോ തറ മാത്രം കാണുന്നു. ഫുള്ളും പോയി. ഇവിടെ തന്നെ അല്ലേ വഴി ഉണ്ടായത്? ഇവിടെ തന്നെ ആയിരുന്നു വഴി ഉണ്ടായത്. ഇതാണ് വലിയ വീട്. ആ വലിയ വീട് നോക്കാം. അതിൻ്റെ ഈ വീട് ആ പാക്കറ്റല്ലേ? ആ ടോപ്പ് എന്നാണ് പൊട്ടിയില്ലത്. ഉണ്ടോ അവിടെ കാണുന്നത്? കുറച്ചും കൂടി അപ്പുറത്ത് പറ്റി കാണിച്ചു തരാം. ഉണ്ട് ഈ വീടൊക്കെ. വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചളിയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം കയറരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് കട്ടെടുക്കുന്നുണ്ട്. അതാണ് ഈ ഉരുൾ പൊട്ടിയ സമയത്ത് വന്നിട്ട് കുറേ ആൾക്കാർ കട്ടെടുക്കാനായിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഒക്കെ ഈ വീടിൻ്റെ ഈ ഭാഗം നോക്കാം. ഏതേ ആ ഭാഗത്തേക്ക് അത് വീടൊക്കെ. അവിടെയൊക്കെ വലിയ പാറ നോക്കാം. കുറേ വണ്ടികളൊക്കെ. ഓട്ടോറിക്ഷ അല്ലേ? അടുത്ത് ഈ വീട്ടിലത്തെ ഓട്ടോറിക്ഷ വന്നിട്ടാ ജീപ്പൊക്കെ. ഇതാ മേലത്തെ പച്ച ജീപ്പ്. ജീപ്പിൻ്റെ ഒക്കെ ഒരവസ്ഥ വെക്കാം. അപ്പുറത്തൊരു കാറുണ്ട്, അത് അവിടെ ഒരു ജീപ്പുണ്ട്. സ്മെല്ലുണ്ടല്ലേ? നാട്ടടിക്കുന്നുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. വലിയ വീടൊക്കെ എങ്ങനെ ആയിക്കണേ. ഫുള്ളും പോയി. ആ വീടിൻ്റെ ഒക്കെ അവസ്ഥ ഒക്കെ. ഗീതേച്ചിൻ്റെ വീടത്. ആ വീടാണ്. താഴെ ഉണ്ടായ വൈറ്റ് വീട് വലുത് മുൻഷീൻ്റെ വീടൊക്കെ പോയി. അതല്ല വലിയൊരു വൈറ്റ് വീട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ വീടിൻ്റെ അവസ്ഥ ഒക്കെ. ഫുള്ളും പോയി. ഇവിടെ കുറേ വീടിൻ്റെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ നോക്കാം എങ്ങനെ അയക്കണേ. എന്താ വീടിൻ്റെ ഫുള്ള് കമ്പിയുടെ കാര്യങ്ങളൊക്കെ. പാറൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കാം. നോക്കാം വലിയ പാറ. ഇപ്പുറത്താണ് വഴി അപ്പുറത്താണ് വഴി ഉണ്ടായതെന്ന് അറിയില്ല. ആ ഭാഗത്തായിരുന്നു വഴി ഉണ്ടായത്. ഇപ്പം ഈ ഭാഗത്തേക്ക് വഴി വയ്ക്കുന്നുണ്ട്. പാറ നീക്കാനും പറ്റൂല. ഈഗല്ലേ അവിടെ ഉണ്ടായ വീടൊക്കെ പോയി നോക്കാം. ഒന്നും മനസ്സിലാകില്ല. അതൊക്കെ ഈ അപ്പുറത്താണ് വൈറ്റ് വീടൊക്കെ പുതിയതായിട്ട് കെട്ടുണ്ടായ വീടാണ്.
ഇത് സാധാരണ നോർമൽ റോഡ് തന്നെയാണ്. അവിടെ എത്ര വണ്ടികൾ കിടക്കണം നോക്കാം. അപ്പുറത്തൊക്കെ ഫുള്ള് വണ്ടികൾ. ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അടിക്കണ്ട്. ഇപ്പോൾ വീട് മാറാനായിരിക്കും. ചില വീടുകളൊക്കെ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. ആ വീടും ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വണ്ടിയുണ്ട്. ഇവിടെ എത്ര 2 വണ്ടി ആയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടികളിലൊക്കെ ഒരു അവസ്ഥ. ആ മേലത്തെ കാക്കൻ്റെ വണ്ടിയാണ്. ആ വണ്ടിക്ക് വലിയ കാര്യങ്ങളൊന്നും പറ്റില്ല. ചെറുതായിട്ടുള്ളൂ. അത് മേലുണ്ടായ വീട്ടിലത്തെ വണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ വീടൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് പുതിയത് കെട്ടി തീർന്നുള്ളൂ. ആ വീട് നോക്കാം. ജീവിക്കാനേ പറ്റൂല ഈ സ്ഥലത്ത്. ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചളി കയറിയൊക്കെ. ഈ വീടിൻ്റെ ഒരു ചെറിയൊരു കുന്നത്തുണ്ടായി. റോഡൊക്കെ വരുന്ന ഈ ഭാഗത്താണ് റോഡിലെ ഭാഗം. ഇവിടെ തന്നെ എമ്മല്ല പാറ വന്ന് കണക്കാം. റാട്ടല്ലേ ഭാഗമാണത്, ഫാക്ടറിയിലെ ഭാഗം. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീടിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. കണ്ടോ, ഈ ഇവിടെ ഒരു വീടിലെ കൊണ്ട് അതിൻ്റെ ആ ഭാഗത്തോട്ടൊന്നും വലിയായിട്ടൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഈ വീട്ടിൽ മുറ്റത്ത് തന്നെ നോക്കാം, എല്ലാം പാറയാണ്. ഇവിടെയൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാ. അതുകൊണ്ട് അവിടെ ഒരു മേലൊരു വലിയ വീടുണ്ട്. അത് പുതിയതായിട്ട് കെട്ടുന്ന വീട്. ഉള്ളിൽ തന്നെ ചളിയൊക്കെ. പിന്നെ അമ്മാര് ചളിയാണ് കയറിയിരിക്കണം. കണ്ടോ, മേലത്തെ വീട് അതും പുതിയത് കെട്ടുന്നതാണ്. ഇതൊക്കെ ഒരു വീടിൻ്റെ ഉള്ളുഭാഗത്തു കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് തന്നെ. വീടൊക്കെ ഫുള്ളും പാറകളുടെ തന്നെ വലിപ്പം നോക്കി. ഇതൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണ്. കണ്ട് ഇവിടെ ഒരു ബൈക്കുണ്ട്. ഇത് മേലത്തെ കാക്കാൻ്റെ ബൈക്കാണ്. ഞങ്ങളുടെ വീടിന് താഴെ ഒരു കാക്കുണ്ട്. ആ കാക്കാൻ്റെ ബൈക്കാണിത്. ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ടായ സ്ഥലമാണ്. കണ്ട അത് അവിടെ ഒരു ടയറൊക്കെ കണ്ട്. പാറ, ഈ ചെറിയൊരു പാറ തട്ടിയാൽ തന്നെ മതി മനുഷ്യന്മാരുടെ ജീവൻ പോകാൻ. ഇമ്മാരിലൊക്കെ പാറ വരിക പറഞ്ഞാൽ അത് ആ ടോപ്പ് നിൽക്കണം ഉണ്ടാക്കായിന്ന്. നോക്കാം, ആ ഭാഗത്തൊരു ബൈക്കുണ്ട്. ഇത് അപ്പുറത്തെ ഭാഗത്തിൽ ആ വീട്ടിലത്തെ കാക്കാൻ്റെ വണ്ടിയാണിത്. അതുകൊണ്ട് ഇപ്പുറത്ത് വന്ന് കിടക്കണത് വേറെ വീടിൻ്റെ അടുക്കള വശത്താണ് വന്ന് കിടക്കണത്. പട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ അടിക്കാതെ നോക്കിക്കോ. ഇവിടെയൊക്കെ എത്ര വീടുണ്ടായ സ്ഥലം അറിയാം. സ്കൂൾ റൂട്ടിൽ ഞങ്ങളെ വീട് മേലെ ഭാഗത്ത് തന്നെയാണ്. ഞങ്ങളെ വീട് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പാറ നോക്കാം. ഇതൊക്കെ പറമ്പാണ് ആൾക്കാരിന്. ഇത് ഈ ഭാഗമാണ് ഞങ്ങൾ റോഡിലെ ഭാഗം. ഇപ്പോൾ നമ്മൾ വേറെ ആൾക്കാരുടെ പറമ്പ് കൂടെയൊക്കെ നടക്കുന്നത്. അപ്പുറത്തെ ഭാഗത്ത് പൊട്ടിയ ഭാഗത്ത് ആ ഭാഗത്തും കുറേ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതുണ്ടോ കായ്, ഇതാണ് റോഡ്. ഈ ഭാഗമല്ലേ, ഈ ഭാഗം റോട്ടിൽ കൂടെയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. നോക്കാം ഇതൊക്കെ ഉണ്ടോ വേറെ ആളുടെ പറമ്പിൽ കൂടിയാണ് നമ്മളിപ്പോൾ വേറെ വഴിയൊക്കെ.